ഹായ്, ഞാൻ അട്ടപ്പാടിയിലേക്ക് ഒരു യാത്ര പോകുന്നു. അട്ടപ്പാടി ചുരം മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് എയർപിൻ ബെൻഡ് 12ആണ്. അപ്പോൾ ആ 12 ബെൻഡ് കയറി ഇങ്ങനെ വരുമ്പോൾ മേലെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തൊരു വർക്ക് നടക്കുന്നുണ്ട്. അത് 1 ശുചീകരണം, 2 പ്രകൃതി ഭംഗി, 3 ട്രൈബൽസിനെ വിളിച്ചോതുന്ന, അട്ടപ്പാടിയിലെ ട്രൈബൽസിനെ വിളിച്ചോതുന്ന ഒരു പ്രത്യേകതരം ഫോട്ടോ വരച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് കാണാം. എന്താ അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് ഇവിടെ. അങ്ങനെ ഇതാണ് ആ വർക്ക്. ട്രൈബൽസിൻ്റെ ഒരു ചിത്രമാണ്. എമത്ത് അട്ടപ്പാടി, അതായത് ഞങ്ങളുടെ അട്ടപ്പാടി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിമനോഹരമായൊരു വർക്കാണ്. അപ്പോൾ ഇതാണ് അട്ടപ്പാടി ചുരത്തിൻ്റെ മുകളിലെ വ്യൂ പോയിൻ്റ് അടുത്തുള്ള ആ വർക്ക് നടക്കണേ. ശിവരാത്രി നടന്ന മല്ലീശ്വരം കോവിൽ കാണാനും അതിൻ്റെ പരിസരത്തുള്ള ഭവാനിപ്പുഴയിൽ നിന്ന് കുളിക്കാനാണ്. അപ്പോൾ കുളിച്ച വീഡിയോ ഫോട്ടോ ഞങ്ങൾ കാണിച്ചിരുന്നു. നല്ല തെളിഞ്ഞ് വെള്ളം, അത് നല്ല തണുപ്പ്, നല്ല മുകളിലാണ്, ആ മലയുടെ മുകളിലാണ് ശിവരാത്രി ഇവിടെയുള്ള ട്രൈബൽസ് കൊണ്ടിട്ട് വിളക്ക് എത്തും. ആ വിളക്ക് നല്ല മനോഹരമായി മല കയറി വരുമ്പോഴാണ് ഞാൻ ആ വളവിൽ കണ്ട കാഴ്ച. ട്രൈബൽസിൻ്റെ എമത്ത് അട്ടപ്പാടി, എമത്ത് അട്ടപ്പാടിയാണിത്. അതായത് ഞങ്ങളുടെ അട്ടപ്പാടി, ട്രൈബൽസിൻ്റെ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം. അത് കാണാനായിട്ട് മല്ലീശ്വരം മുടിയിൽ നിന്ന് മഞ്ഞ് ഇങ്ങനെ തഴുകി പോകുന്ന ആ സീന് എന്ത് രസമാണെന്നറിയാമോ. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൊടും വേനലായാലും വെള്ളത്തിൽ കാല് വെച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു സുഖമാണെന്നറിയാമോ. മേലെ സൂര്യൻ ഇങ്ങനെ പൊള്ളണ വെയിലാണ്, പക്ഷേ കാല് നമുക്ക് ഐസ് പോലെ തണുത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ ഒക്കെ വരണം കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ കാണണം. തെളിഞ്ഞ വെള്ളം, കണ്ണുനീര് പോലത്തെ വെള്ളം. ഈ വെള്ളം വരുന്നുണ്ട്